അടുത്തത് പഞ്ചാബ്. തീർച്ചയായിട്ടും അസം എന്തായാലും കയ്യിലായി. അതിനുശേഷം ബംഗാൾ കയ്യിലായത് വളരെ സധൈര്യം ആ തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്തതുകൊണ്ടാണ്. ഇനി പഞ്ചാബാണ്. ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനുമൊന്നും ഇപ്പോൾ വലിയ ശക്തി അവിടെ ഇല്ല, പഞ്ചാബിലില്ല. ഈ അതിർത്തി പ്രദേശത്തെ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും ബംഗാൾ, അതുപോലെ പഞ്ചാബ്, ഗുജറാത്ത് തുടങ്ങി അതിർത്തി പ്രദേശങ്ങളിലെ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ശക്തമായ ഒരു സാന്നിധ്യമായി ഭാരതീയ ജനതാ പാർട്ടി വളരുന്നു എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചനയാണ് നമ്മൾ ബംഗാളിൽ കണ്ടത്. മാത്രമല്ല ബംഗാൾ, അതുപോലെ തന്നെ മഹാരാഷ്ട്ര, അതുപോലെ ബീഹാർ, UP തുടങ്ങിയ വലിയ സംസ്ഥാനങ്ങൾ, അതിൻ്റെ ഒരു വിശദീകരണ വാർത്ത ഞാനന്ന് ചെയ്തിരുന്നു കുറച്ച് ദിവസം മുമ്പ്. എന്തായാലും ഇനി പഞ്ചാബിലേക്കാണ്. നമ്മൾ 2014 ഒറ്റ പേരേ കേട്ടുള്ളൂ, നരേന്ദ്രമോദി എന്ന ഒറ്റ പേര്. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ്. അതിനുശേഷം നിരവധി പേരുകൾ നമ്മളിങ്ങനെ കേട്ടു. 2017 നമ്മൾ കേട്ട ഒരു പേര് യോഗി ആദിത്യനാഥ് എന്നാണ്, ഇപ്പോഴത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി. 2021 ഹിമന്ത ബിശ്വ ശർമ്മ എന്ന ആസാം മുഖ്യമന്ത്രിയുടെ പേര് കേട്ടു. 2026 നമ്മൾ കേട്ടത് സുവേന്ദു അധികാരിയുടെ പേരാണ്. ഇനി അടുത്ത പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ 2026 തന്നെ നടക്കാൻ പോകുന്ന പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും നമ്മൾ പുതിയൊരു പേര് കൂടി കേൾക്കും. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞു, രണ്ടാം നിര നേതാക്കന്മാരെ വളർന്നു വരാൻ അനുവദിക്കാത്ത പിണറായി വിജയന്റെ ധാർഷ്ട്യത്തെയും അഹങ്കാരത്തെയും കുറിച്ച്. 85 വയസ്സായാലും ഞാൻ പ്രതിപക്ഷ നേതാവായി തന്നെ തുടരും, എനിക്ക് ശേഷം പ്രളയം, ഇതേ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുകയും ചെയ്തു. അപ്പം ആ രീതിയിൽ കടന്നു വരുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം, CPMന്റെ രാഷ്ട്രീയ സംസ്കാരം, ഏകാധിപത്യ പ്രവണതയുടെ സംസ്കാരം. പക്ഷേ ഇവിടെ BJP ചെയ്യുന്നത് കാണുന്നില്ലേ? രണ്ടാം നിരയും മൂന്നാം നിരയും തയ്യാറാണ്. രണ്ടാം നിര ഇപ്പോൾ യോഗിയാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ കടന്നു വരുന്ന വ്യക്തികളാണ്. മൂന്നാം നിരയുണ്ട് നിതിൻ നബീൻ പോലുള്ള വ്യക്തി. നാലാം നിരയുണ്ട് തേജസ്വി സൂര്യയെ പോലുള്ള വ്യക്തികൾ. 2, 3, 4 തലമുറ ആ നിര നേതാക്കന്മാരെ സൃഷ്ടിച്ചു വച്ചിരിക്കുകയാണ് ഇപ്പോഴേ. എന്നിട്ട് അമിത്ഷാ വിവിധ കലാലയങ്ങളിൽ, കോളേജുകളിലൊക്കെ തന്നെ പോയി അടുത്ത തലമുറ, അതായത് ഇപ്പോൾ 10, 12, 13 വയസ്സുള്ള കുട്ടികളെ, 15 വയസ്സുള്ള കുട്ടികളെ, അടുത്ത തലമുറ കാര്യകർത്താക്കളെ വാർത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നേതാക്കന്മാരെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അത് അത്ര ചെറിയൊരു ജോലിയല്ല. മാത്രമല്ല ജനകീയമായ രീതിയിൽ, ജനാധിപത്യപരമായ രീതിയിൽ നേതാക്കന്മാരെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. യോഗിയെ കൊണ്ടുവന്നു, സുവേന്ദു അധികാരിയെ കൊണ്ടുവന്നു, ഹിമന്ത ബിശ്വ ശർമ്മയെ കൊണ്ടുവന്നു, ഇനി പലരെയും കൊണ്ടുവരും പല രീതിയിൽ. പഞ്ചാബിൽ പുതിയൊരു പേര് കേൾക്കാം, പുതിയൊരു പേര് ഉടൻ തന്നെ ഉയർന്നു വരും. പഞ്ചാബുമായി ബന്ധപ്പെട്ട് ഈ സുവേന്ദു അധികാരി എന്ന് പറയുന്ന വ്യക്തി എത്ര പേർക്ക് അറിയാമായിരുന്നു? ഞങ്ങൾക്കറിയാമായിരുന്നു. അദ്ദേഹം അവിടുത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു. CPMന് സീറ്റൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം സുവേന്ദു അധികാരി എന്നുള്ള പേര് ഇന്ത്യ മുഴുവൻ ഇങ്ങനെ മുഴങ്ങിക്കേട്ടത് ഈ ഒരു സമയത്തല്ലേ? അതുപോലെ ഹിമന്ത ബിശ്വ ശർമ്മ ഒക്കെ കേട്ടത്. യോഗി ആദിത്യനാഥ് നമ്മൾ കുറെ നാൾ മുമ്പ് കേട്ടതാണ്, ഇപ്പോൾ സ്ഥിരം കേൾക്കുന്നതാണ്. അങ്ങനെ പഞ്ചാബിൽ നിന്ന് ഇതാ പുതിയൊരു പേര് വരുന്നു, പുതിയൊരു പേര് വരും. ഏതാണ് എന്നും കാത്തിരുന്ന് കാണാം. അടുത്ത നിര നേതാക്കന്മാർ BJPക്ക് തയ്യാറാണ്. അതിൻ്റെ അടുത്ത നിരയും തയ്യാറാണ്. അങ്ങ് നിങ്ങോളം തയ്യാറാണ്. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ രീതി. ഇത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഒരു രീതി കൂടിയാണ്. തീർച്ചയായിട്ടും അതേക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായി സംസാരിക്കാം. എന്തായാലും പഞ്ചാബിൽ നമ്മൾ ഒരു പുതിയ പേര് ഉയർന്ന് കേൾക്കും, ഉറപ്പാണ്.